السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه، وصلى الله وسلم وبارك على نبينا وحبيبنا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم ربنا لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية قصدنا ولا إلى النار مصيرنا. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പഠിതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിക്കാൻ ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ദീനിന്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തഖ്വയുള്ളവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകളാണ് അറിവ് പഠിക്കുന്നവർ. സ്വർഗത്തിലെ ഏറ്റവും വലിയ ദറജയും അറിവ് പഠിക്കുന്നവർക്കാണ്. തിരിച്ചും അങ്ങനെയാണ്. അറിവ് പഠിക്കുന്നവർക്ക് തന്നെയാണ് ഏറ്റവും മോശപ്പെട്ട അവസ്ഥ. നരകത്തിൽ ഏറ്റവും താഴെ കിടക്കുന്നവരും അറിവുള്ളവർ തന്നെയാണ്. അറിവ് പഠിച്ചത് പ്രാവർത്തികമാക്കിയാൽ സ്വർഗത്തിലെ ഉന്നത ദറജകൾ ഉണ്ടാകും. അറിവ് പഠിച്ചതിനോട് കൂറ് പുലർത്താതെ നിരാകരിച്ച് പഠിച്ചതിന് വിപരീതമായി പ്രവർത്തിച്ചാൽ നരകത്തിലും ആകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഖുർആൻ നായയോട് ഉപമിച്ചത് പണ്ഡിതന്മാരെയാണ്. വത്ലു അലൈഹിം നബഅ അല്ലദീ ആതൈനാഹു ബിആയാതിനാ വആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്വാനു ഫകാന മിനൽ ഗാവീൻ. ഖുർആൻ ഒരാളുടെ കഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ നൽകി. പക്ഷെ അതിൽ നിന്ന് പിന്നീട് അയാൾ ഊരിപ്പോയി, ശൈത്വാനെ പിൻപറ്റി. അയാളുടെ ദേഹത്തെ പിൻപറ്റി. അയാളെ പറ്റി അല്ലാഹു പറഞ്ഞത് മസലുഹു കമസലിൽ കൽബ്, നായയെ പോലെയാണെന്നാണ്. പഠിച്ച അറിവ് ജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിക്കാനുള്ള ഒരു ഷാഠ്യം, ഒരു ദൃഢനിശ്ചയം നമ്മൾക്കുണ്ടാകണം എന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അറിയപ്പെട്ട ഒരു ചെറിയ ഗ്രന്ഥമാണ് മൻദൂമത്തുൽ ഖവാഇദിൽ ഫിഖ്ഹിയ. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പൊതു നിയമങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ മൻദൂമ, ഒരു ചെറിയ കവിത. അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മൾ ഒരുപാട് വിഷയങ്ങൾ അതിൽ പഠിച്ചിട്ടുണ്ട്. 35ഓളം ബൈത്തുകൾ നമ്മൾ ചൊല്ലി. ഇനി 36ാമത്തെ ബൈത്താണ് നമ്മൾ ചൊല്ലാനുള്ളത്. നമ്മുടെ ശരീഅത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖായിദയാണ്. ആ വരി ഇങ്ങനെയാണ്: വലാ യതിമ്മുൽ ഹുക്മു ഹത്താ തജ്തമിഅ കുല്ലു ശുറൂതി വൽ മവാനിഅ തർതഫിഅ. വലാ യതിമ്മുൽ ഹുക്മു, ഒരു ഹുക്മ് പൂർത്തിയാവുകയില്ല, ഹുക്മായി സ്ഥിരപ്പെടുകയില്ല. ഹത്താ തജ്തമിഅ, ഒരുമിച്ച് ചേരുന്നത് വരെ. കുല്ലു ശുറൂതി, ആ ഹുക്മിന് വേണ്ടുന്ന എല്ലാ നിബന്ധനകളും ഒരുമിച്ച് കൂടണം. വൽ മവാനി തർതഫിഅ, തടസ്സങ്ങൾ നീങ്ങിപ്പോകണം, ഉയരണം. ഇസ്ലാമിക ശരീഅത്തിൽ ഒരു ഹുക്മ് വാജിബാണ്, ജായിസാണ്, ഹറാമാണ്, സുന്നത്താണ്, മക്രൂഹാണ്, അല്ലെങ്കിൽ സ്വഹീഹാണ്, ബാത്തിലാണ് എന്നൊക്കെ പറയണമെങ്കിൽ ആ ഹുക്മ്, അതിന് വേണ്ടുന്ന എല്ലാ നിബന്ധനകളും ഒക്കണം. ഇല്ലെങ്കിൽ അതിന് ആ ഹുക്മ് കൊടുക്കുകയില്ല. അതാണ് ഈ ഖായിദ. വിശദമായി പറയുകയാണെങ്കിൽ
ഓരോ നിബന്ധന വെക്കണം എന്നാണ് പറഞ്ഞത്. നമുക്കിപ്പോ അറിയുന്നൊരു നിബന്ധന ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ ഇപ്പൊ ഉളു നിസ്കാരത്തിന്റെ എന്താണ്? ഷർത്താണ്. ഷർത്ത് വെക്കണം എന്നാണ് പറഞ്ഞത്. ഷർത്താണ്. ഒരാൾ ഉളു ഇല്ലാതെ നിസ്കരിച്ചു, ഷർത്തില്ലാതെ അയാൾ നിസ്കരിച്ചു എന്ന് വിചാരിക്കുക. അയാൾക്ക് അപ്പൊ ആ നിസ്കാരം എന്തല്ല? ശരിയല്ല. അപ്പൊ ആ ഹുക്കം ഉണ്ടായില്ല. നിസ്കാരം ശരിയാവുക അല്ലെങ്കിൽ നിസ്കരിക്കുക എന്നുള്ള ഹുക്കം ശരിയായില്ല. കാരണം ഷർത്തില്ല, ഉളു ഇല്ലാതെ നിസ്കരിച്ചു. ഇനി മാനി ഉണ്ട്, തടസ്സമുണ്ട്. ഷർത്തൊക്കെ ഒത്തിട്ടുണ്ട്, പക്ഷെ മാനിയുണ്ട്. ഉദാഹരണം, ഒരു പ്രധാനപ്പെട്ട നിസ്കാരത്തെ തൊട്ട് തടയുന്ന ഒരു മാനി ആണ്, ഒരു തടസ്സമാണ് സ്ത്രീകളുടെ ഹൈദ്. ഒരു പെണ്ണ് ഒന്നു എടുത്തു, നിസ്കാരത്തിന്റെ സമയമായി, എല്ലാ അർത്ഥത്തിലും ശുദ്ധിയായി, പക്ഷെ ആ സ്ത്രീക്ക് ഹൈദ് ഉണ്ട് എന്ന് വിചാരിക്കുക, ആർത്തവം ഉണ്ട്. ആ സ്ത്രീയുടെ നിസ്കാരം പരിഗണിക്കൂല. കാരണം ഇന്ന സമയത്ത് നിസ്കരിക്കരുത് എന്ന കൽപ്പന ഉണ്ട്. തടസ്സങ്ങൾ നീങ്ങണം, ഷർത്തുകൾ പാലിക്കപ്പെടണം. ഏത് ഹുക്കുമും ആ ഹുക്കുമ് സ്ഥിരപ്പെടാൻ അതിന്റെ ഷർത്തുകൾ ഒക്കണം, മാനിയകൾ ഇല്ലാതാകണം. ഇല്ലെങ്കിൽ ആ ഹുക്കുമ് ദീനിൽ പരിഗണിക്കുകയേ ഇല്ല. എല്ലാത്തിന്റെയും റിസൾട്ടും അങ്ങനെ തന്നെയാണ് ശരീഅത്തിന്. ഇപ്പൊ നമ്മൾ പറയും, ഞാൻ ഒരു ആത്മീയമായി പറയുകയാണെങ്കിൽ, ഒരു കുറച്ചുകൂടി ആത്മസംസ്കരണത്തിന്റെ ബാബിൽ പറയുകയാണെങ്കിൽ, നിസ്കാരം കൊണ്ട് നമുക്ക് മോശപ്പെട്ടതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരാൾ നേരെ നിസ്കരിക്കുകയാണെങ്കിൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്നാണ്. പിന്നെന്താ? നിസ്കരിച്ചിട്ട് ആളുകൾ സിനിമക്ക് പോകുന്നത്? നിസ്കരിച്ചിട്ട് എന്താ ആളുകൾ തോന്നിയാസം കാണുന്നത്? പള്ളിയിൽ വരും, അടുത്ത റിലീസ് പടത്തിന് പോകാനുള്ള കാരണം എന്താണ്? നിസ്കാരം ആവാത്തോണ്ടാണ്. അപ്പൊ എല്ലാം ഇതിന്റെ ഒരു മറ്റൊരു വശം പറഞ്ഞതാണ്, എല്ലാത്തിന്റെയും നിബന്ധനകളും മാനിയകളും ഇല്ലാതായാൽ മാത്രമേ അത് പൂർണാർത്ഥത്തിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അത് എത്രത്തോളം കുറയുന്നു അത്രത്തോളം അതിൽ കുറവ് ശരീഅത്ത് പരിഗണിക്കും. അപ്പൊ നമുക്ക് ഏതിന്റെയും ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടുന്ന ഖുർആനിലുണ്ടെങ്കിൽ, ഹദീസിലുണ്ടെങ്കിൽ, അത് ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ ചെയ്താലാണ് ആ വിധി ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അപ്രകാരം തന്നെ ഷർത്ത് നിബന്ധനകളൊക്കാതെ മാനിയകൾ ഇല്ലാതെ ചെയ്താലേ ആ ഹുക്മ് സ്ഥിരപ്പെടുകയുള്ളൂ. ഇനിയിപ്പോ ഓരോ ഉദാഹരണം പറയാം. ഉളൂവിന്റെ നമ്മൾ പറഞ്ഞു, ഉളൂ നിസ്കാരത്തെ പറ്റി നമ്മൾ പറഞ്ഞു. ഒരാൾക്ക് അനന്തര സ്വത്ത് കിട്ടുക എന്നുള്ളത് ശരീഅത്തിലെ ഒരു ഹുക്മാണ്. അനന്തര സ്വത്ത് കിട്ടുക, അപ്പൊ അതിന് നിബന്ധനകളുണ്ട്. അനന്തര സ്വത്ത് കിട്ടണമെങ്കിൽ, ഇപ്പൊ എനിക്ക് ഒരാളുടെ അനന്തര സ്വത്ത് കിട്ടണമെങ്കിൽ ഞാൻ അയാളുമായിട്ടുള്ള കുടുംബ ബന്ധം ഉണ്ടാകണല്ലോ, അതുണ്ടാകണം. അപ്രകാരം തന്നെ തടസ്സങ്ങൾ ഇല്ലാതിരിക്കുക. ഞാൻ അയാളെ കൊല്ലുക, ഞാൻ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ആജിലുൽ മഹ്ബൂരി ഖബല ആനിഹി, നമുക്ക് കിട്ടേണ്ട ഒരു സാധനം അത് സമയമാകുന്നതിന് മുമ്പ് നമ്മൾ അതിലേക്ക് പോയാൽ അത് കിട്ടൂല. അപ്പൊ അനന്തരാവകാശി, അനന്തര സ്വത്ത് ആരിൽ നിന്നാണോ കിട്ടുന്നത് അയാളെ വധിച്ചാൽ അനന്തര സ്വത്ത് കിട്ടൂല. അത് തടസ്സാണ്. അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങിയാലേ അനന്തര സ്വത്ത് ലഭിക്കുകയുള്ളൂ. ഇപ്രകാരം എല്ലാ നിബന്ധനകളും ഒത്ത് മാനിയകൾ ഒന്നുമില്ലാതായാൽ മാത്രമാണ് ദീനിൽ ഒരു ഹുക്മ് സ്ഥിരപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് സ്ഥിരപ്പെട്ടതായി, അത് ശരിയായതായി ശരീഅത്ത് പരിഗണിക്കുകയില്ല എന്നുള്ളത് വളരെ പ്രസിദ്ധമായ, ശ്രദ്ധേയമായ, എല്ലാവരും പഠിക്കേണ്ട ഒരു കായികയാണ്. ഒരു ഹുക്മ് സ്ഥിരപ്പെടണമെങ്കിൽ നിബന്ധനകൾ ഒക്കണം, മാനിയകൾ ഇല്ലാതാകണം. ഒരു കാര്യം ശരീഅത്തിലായി എന്ന് പറയണമെങ്കിൽ നിബന്ധനകൾ ഒത്താകണം, തടസ്സങ്ങളില്ലാതെ ആകണം. എന്നാലേ അത് ആയി, ഉണ്ടായി എന്നൊക്കെ പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു ചുരുക്ക രൂപം. ഈ കായിക മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ശരീഅത്തിൽ ഇപ്പൊ നമ്മളത് ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ, ചെയ്തിക്കണോന്ന് അറിയണമെങ്കിൽ, റെഡി ആയിക്കണോന്നൊക്കെ അറിയണമെങ്കിൽ അതിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നർത്ഥം. ഇല്ലെങ്കിൽ അത് ചെയ്യാത്ത പോലെയാണ് ശരീഅത്ത് പരിഗണിക്കുക. ഒന്നും ഇല്ലാതെ നിസ്കരിച്ചാൽ എന്താണ് അവസ്ഥ?
നിസ്കാരം ഇല്ലാത്ത പോലെയാണ് ദീന് പരിഗണിക്കുക. ഒരാള് പിന്നെ ഇപ്പൊ വുളൂന്റെ നിബന്ധനകള് എന്തൊക്കെയുണ്ട്, വുളൂന്റെ ഷർത്തുകള്, ആ ഷർത്ത് പാലിക്കാതെയാണ് ഒരാൾ വുളൂ എടുത്തെങ്കിൽ അയാളുടെ വുളൂ ഇല്ലാത്ത പോലെയാണ് ശരീഅത്ത് പരിഗണിക്കുക. ജനാബത്ത് കുളിയുടെ എന്തെങ്കിലും ഫർളുകൾ അല്ലെങ്കിൽ ഷർത്തുകൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ജനാബത്ത് കുളിക്കുന്നതെങ്കിൽ ആ ജനാബത്ത് കുളിയായിട്ട് പരിഗണിക്കൂല. അപ്രകാരം എല്ലാം ഈ ഖായിദക്ക് കീഴെയാണ് വരിക. ഒരു വലിയ ഖായിദയാണ്, കീഴെ ഒരുപാട് മസലകളുണ്ട്. നമുക്കിപ്പോ ഇത് ഇത്ര ഭാഗം മാത്രം പഠിച്ചാൽ മതി എന്നാണ് മനസ്സിലാകുന്നത്. ഒരു ചെറിയ ഖായിദയാണ്. നമ്മൾ ഇത്ര കാലം പറഞ്ഞ ഖായിദകളൊക്കെ തന്നെയും ആദ്യം നിയ്യത്തിന്റെ ഖായിദ തൊട്ട് തുടങ്ങി നമ്മൾ പറഞ്ഞ എല്ലാ കർമ്മശാസ്ത്രത്തിലെ പൊതു നിയമങ്ങളും റിപ്പീറ്റ് ചെയ്തവർ ആരൊക്കെ ഉണ്ട്, ഒന്നുകൂടി വായിച്ചു നോക്കിയവർ അല്ലെങ്കിൽ കേട്ടവർ ആരൊക്കെ ഉണ്ട്? എന്തായാലും യൂട്യൂബിൽ കിടക്കണ്ടല്ലോ. പഠിച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ആരും ഇല്ലല്ലോ. അൽഹംദുലില്ലാഹ്. ഇൽമ് സ്ഥിരപ്പെടണമെങ്കിൽ നമ്മൾ പഠിച്ചത് പിന്നെയും പഠിച്ചോണ്ടേ ഇരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു കിതാബ് പഠിച്ചാൽ എന്താ കേട്ട, അതേ കിതാബിനെ ആദ്യക്കുന്ന ഒന്നുകൂടിയും പഠിക്കുക. പിന്നെന്താ കേട്ട, അത് ഒന്നുകൂടി ആദ്യക്കുന്ന വീണ്ടും അതന്നെ വായിക്കുക. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പൊതുവെ നമ്മുടെയൊക്കെ ഒരു ക്ലാസ്സിന്റെ രീതി, നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ആഴ്ചയിലെ ക്ലാസ്സിന് നമ്മൾ പങ്കെടുക്കും. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നത് അടുത്ത ആഴ്ച ആ സന്ദർഭത്തിലായിരിക്കും. അതെല്ലാവരും തിരക്കുള്ളവരായിക്കൊണ്ടായിരിക്കാം. പക്ഷെ അറിവിന് എന്നാണ്. അറിവ് നിനക്ക് അതിന്റെ എന്തെങ്കിലും തരണമെങ്കിൽ നമ്മൾ പൂർണ്ണമായി അറിവിന് സമർപ്പിക്കണം. നമ്മൾ മുഴുവൻ അറിവിന് കൊടുത്താലേ അറിവ് എന്തെങ്കിലും നമുക്ക് തരുള്ളൂ. സമയം ഉണ്ടായിട്ട് ആരും പഠിക്കൂല, സമയം ഉണ്ടാക്കലാണ്. ഞാന് കുട്ടികളോടല്ല പറയണത്, ഓലിപ്പോ ഇതിന് മാറിയിരുന്നവരാണ്, വലിയവരോട് തന്നെയാണ് പറയണത്. ഇപ്പൊ ദർസിന് വന്നവരാണല്ലോ. നമ്മൾ സമയം, നമുക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്, ആ തടസ്സങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ അറിവ് പഠിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്താൽ എന്നാലേ കുറച്ചെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. ഞാൻ എന്നോട് കൂടിയാണ് പറയണത്, നമ്മൾ പൂർണ്ണമായി അറിവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചാലേ അറിവ് എന്തെങ്കിലും നമുക്ക് തരുള്ളൂ. ഇപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്യാതെ ഖവായിദുൽ ഫിഖ്ഹൊക്കെ ഓർമ്മ ഉണ്ടാവും നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് ഒന്നും കൂടെ ഒക്കെ ഒന്ന് ആലോചിക്കുക. ആ ക്ലാസ്സിന്റെ സമയത്ത് അത് അങ്ങനെ ഖായിദ പഠിച്ചു എന്നല്ലാതെ ഫിഖ് കേട്ടു എന്നേ ഉണ്ടാവുള്ളൂ, പഠിക്കലായിട്ടില്ല. ഇതിപ്പോ കഴിയാനായി. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തൊരു കർമ്മശാസ്ത്രം അല്ലെങ്കിൽ ഇതിൽ തന്നെ വലിയൊരു കിതാബൊക്കെയാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെയാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. അപ്പൊ അതിന് ഇതൊന്നും കൂടെ ഒക്കെ ഒന്ന് എന്താ പറയാ, മനപ്പാടാക്കണം എന്ന് ഞാൻ പറയണില്ല, മനപ്പാടമാക്കിയ പോലെങ്കിലും ഒന്ന് നോക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് കൂടുതൽ പഠിക്കാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അറിവുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെ നിങ്ങളെ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ കുറച്ചേ ക്ലാസ് എടുക്കുള്ളൂ, എല്ലാ ആഴ്ചയും ഒരു കായികതൊക്കെ തന്നെ നമ്മൾ പഠിക്കുള്ളൂ, അത് മതി. പക്ഷെ പഠിക്കുന്നത് ക്ലിയർ ആയാൽ മതി. ഇൽമ് അത് ജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ എല്ലാം പഠിക്കുന്നവർ ഒരുപാടുണ്ട്, പഠിച്ചവർ ഒരുപാടുണ്ട്. ജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിക്കുന്നവർ വളരെ കുറവാണ്. ഇൽമ് പ്രസംഗിക്കുന്നവരും ഒരുപാടുണ്ട്. ഖേദകരം എന്ന് പറയട്ടെ, പ്രാവർത്തികവൽക്കരിക്കുന്നവർ വളരെ കുറവാണ്. ഇപ്പൊ സുബഹിസ്കാരത്തിന്റെയും റവാത്തിബുകളുടെ ഒക്കെ ഫളില് പറയാൻ എല്ലാവർക്കും ആവേശമാണ്. പക്ഷെ നിസ്കരിക്കുമ്പോഴൊക്കെയാണ് അവിടെ പ്രശ്നം വരുന്നത്. നമ്മ കർമ്മത്തിൽ ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. അതിനാണ് നമ്മൾ പഠിക്കണത്. ഇല്ലെങ്കിൽ അത് നാഫിഅ അല്ല. അള്ളാഹു നമുക്ക് നാഫിഅയ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ വന്നു പോയിട്ടുള്ള അപാകതകൾ അള്ളാഹു പുറത്തു നൽകട്ടെ. ഹദാ അല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.